മലയാള സിനിമയുടെ സ്ക്രീനിൽ വിവാദങ്ങളുടെ പെരുമഴക്കാലാണല്ലേ. ചങ്ങാതിമാർ തെറ്റിപ്പിരിഞ്ഞ് പിന്നെ പരസ്പരം പോരടിച്ച് ഏറ്റുമുട്ടി ഒടുക്കം എല്ലാം മറന്ന് കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് പഴയ സ്നേഹത്തെ അതിനേക്കാൾ മനോഹരമായിട്ട് പുലുകുന്ന നായികമാരുടെ സ്നേഹകഥകൾ എത്രയോ നാം മലയാള സിനിമയിൽ തന്നെ കണ്ടിരിക്കുന്നു അല്ലേ. പക്ഷേ റിയൽ ലൈഫിൽ വന്നപ്പോൾ ഈ സിനിമക്കാരുടെ വിവാദ വഴിയിൽ ആരാണ് നായകൻ ആരാണ് വില്ലൻ ഒട്ടും അങ്ങോട്ട് പിടിയിട്ടില്ല. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇപ്പോൾ അങ്ങനെ വിവാദത്തിൻ്റെ സ്ക്രീനിൽ വന്നു പെട്ടിരിക്കുന്ന രണ്ടുപേരാണ് നിർമ്മാതാക്കളായിട്ടുള്ള ജി സുരേഷ് കുമാറും ആൻ്റണി പെരുമ്പാവൂരും. ഒരു കത്തിൽ തുടങ്ങിയ അടിയാണ്. ആ വിവാദത്തിന് ഇപ്പോഴും ഫുൾ സ്റ്റോപ്പ് വീണിട്ടില്ല എന്നുള്ളതാണ് കൗതുകം. ഇപ്പോൾ ആ കത്ത് തൻ്റെ നേരെ നീണ്ടു വന്ന സൈബർ ആക്രമണങ്ങളുടെ ഒരു കത്തിമുനയായി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുരേഷ് കുമാർ. ആൻ്റണിയുടെ ആ കത്ത് പല പ്രമുഖ താരങ്ങൾ പോസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ സൈബർ അറ്റാക്ക് അങ്ങ് തുടങ്ങിയത്. അതിൽ തൻ്റെ കുടുംബം ഇരകളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയായിട്ടുള്ള സ്ഥിതിക്ക് ഇനി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും താൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് സുരേഷ് കുമാർ. പ്രശ്നങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതിസന്ധികളിലേക്കൊക്കെ ഈ വിവാദങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് സുരേഷ് കുമാറിൻ്റെ ആ വാക്കുകൾ നൽകുന്നത്, ആ നിലപാട് നൽകുന്നത്. അപ്പോൾ ഒത്തുതീർപ്പ് എന്നുള്ള ടിസ്റ്റിലേക്ക് വഴി അടഞ്ഞതോടെ സെക്കൻഡ് ഹാഫും ഇനി തല്ലി തീർക്കാൻ തന്നെയായിരിക്കും സാധ്യത. അപ്പോൾ ക്ലൈമാക്സിനെ കുറിച്ച് ഒരു ചോദ്യവും വേണ്ട, ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം എഴുതി തീരാത്ത കഥയ്ക്ക് എന്ത് ക്ലൈമാക്സ്.